ആത്മാവിൽ ആരാധന എന്ന് പറയുമ്പോൾ ആത്മാവ് ആരാധനയിൽ മുഴുകണം. പിന്നെ മനസ്സോ ശരീരമോ പ്രവർത്തിക്കുന്നില്ല. സത്യത്തിൽ ആരാധന എന്ന് പറയുമ്പോൾ എന്നിലെ പാപമോ ചിന്തയോ ബലഹീനതയോ അവിടെ സ്പർശിക്കരുത്. അതാണ് ആത്മാവിൽ ആരാധന, സത്യത്തിൽ ആരാധന. മറ്റൊന്നും അവിടെ പ്രവേശിക്കുന്നില്ല. അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്ന ആരാധകർ. പിന്നെ വരുന്ന ആരാധന യേശുവേ ആരാധന. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ഏക സത്യവചനത്തിന്റെ ആത്മാവാണ് യേശു. അതാണ് യേശുവേ ആരാധന. പിന്നെ വരുന്നത് ദൈവത്തെ ആരാധന. യേശുവും ദൈവവും ഒന്നായ ആരാധനയാണ്. യേശുവിനെ നാം ആരാധിക്കുമ്പോൾ ആ ആരാധനയിൽ ദൈവമുണ്ട്. യേശു ദൈവത്തെയാണ് ആരാധിച്ചത്. ശിഷ്യന്മാരെ വിട്ട് യേശു കുറച്ചു ദൂരെ മാറി പിതാവുമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ നമ്മൾ യേശുവേ ആരാധന, ദൈവമേ ആരാധന, ദൈവമേ ആരാധന. ആരാധന ദൈവത്തിനു മാത്രമായിട്ട് തീരുവാണ്. മറ്റൊരു ശക്തിക്കും ആരാധനയില്ല. പ്രകൃതിയിലെ ഒന്നിനോടും ആരാധനയില്ല. ലോകത്തോട് ആരാധനയില്ല. ഒന്നിനെയും ആരാധിക്കുന്നില്ല. പിതാവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് വചനമേ ആരാധന, വചനമേ ആരാധന, വചനമേ ആരാധന. വചനത്തെ ആരാധിക്കുമ്പോൾ ഈ ലോകവും അവയിലുള്ള സമസ്തവും കീഴ്പ്പെടുവാണ്. പിന്നെ വചനത്തിന്റെ മേലെ മറ്റൊന്നില്ല. സകലതും വചനത്തിന് കീഴ്പ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നാം വചനത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ വചനമാണ് ദൈവമെന്ന് ആത്മാവ് നമ്മളോട് പറയും. നമ്മുടെ ആത്മാവ് തന്നെ നമ്മളോട് പറയും. ഈ ആരാധന നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ മനസ്സിനെ ബന്ധിപ്പിച്ച് ഒരു പാത്രത്തിൽ അടച്ചു മാറ്റി വെക്കണം. മനസ്സ് നമ്മുടെ ഇന്ദ്രിയങ്ങളെയോ ആത്മാവിനെതിരെയോ ചിന്തകളോ ബലഹീനതകളോ വരാതിരിക്കാൻ മനസ്സിനെ വലിയ കടിഞ്ഞാണിട്ട് കെട്ടി ബന്ധിപ്പിച്ച് ഒരു പാത്രത്തിൽ അടയ്ക്കണം. അതിനുശേഷം വേണം നമ്മൾ ആത്മാവിലൂടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് യേശുനാഥനെ ആരാധിച്ച് ദൈവത്തെ ആരാധിച്ചു വചനത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഓരോരോരോ വചനങ്ങൾ ഇങ്ങനെ വളരാൻ തുടങ്ങും. നമ്മൾ വായി പുലർന്നപ്പോൾ വചനം പുറത്തു വന്നു. അപ്പം നമ്മുടെ മനസ്സ് നമ്മളോട് ഇടപെടുകയില്ല. അവനെ മാറ്റി ബന്ധിപ്പിച്ചു. അവൻ പ്രാർത്ഥനയിൽ കടന്നു വരികയില്ല. അവനെ നമ്മൾ കെട്ടിവെച്ചു. മനസ്സിനെ നമ്മൾ കടിഞ്ഞാണിട്ട് മുറുക്കി. പിന്നെ മനസ്സിന് ഇങ്ങോട്ട് എഴുന്നേക്കാൻ ദൈവം അനുവദിക്കുകയില്ല. അപ്പൊ ആത്മാവ് പ്രാർത്ഥിക്കുന്നെങ്കിൽ മാത്രമേ നമ്മിൽ നിത്യജീവനുള്ളൂ. അധരം കൊണ്ടുള്ള പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കുകയല്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചിലര് എഴുന്നേറ്റ് പോകും, ചിലര് പ്രവൃത്തി ചെയ്യും, ചിലര് ചിന്തിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ മൈൻഡ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷെ ഇവിടെ നമ്മുടെ മനസ്സിനെ പിടിച്ച് കെട്ടണം. മനസ്സ് സ്പീഡ് കൂടി ഇന്ദ്രിയമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. മനസ്സ് പ്രാർത്ഥിക്കുമ്പോഴോ ദേവാലയത്തിൽ നിൽക്കുമ്പോഴോ നമ്മൾ എന്തു ചെയ്യുമ്പോഴും നമ്മൾ അതിനാണ് ഏറ്റവും കൂടുതൽ പരിഗണന ജീവിതത്തിൽ കൊടുക്കുന്നത്. 1 വിദ്യാഭ്യാസം, 2 ജീവിത വ്യഗ്രത, 3 ധനമോഹം, 4 ജഡാശക്തി, 5 കോപിഷ്ടമായ മനസ്സ്. ഇങ്ങനെ 5 തലങ്ങളാണ് മൈൻഡ്. ഈ 5 തലങ്ങൾ നമ്മൾ ആദ്യം മുതലേ ഈ മൈൻഡിന് കൊടുക്കുന്നുണ്ട്.
ഇതിനെ വളർത്തിയെടുക്കുകയാണ്. മനസ്സിനെ നമ്മൾ വളർത്തുവാണ്. ഒന്ന്, വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം മനസ്സിലൂടെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. അത് ബ്രെയിനിൽ പ്രവേശിച്ച് നമ്മളെ അത് അടിമയാക്കിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ഓരോ 5 കാര്യങ്ങളാണ് പഠിക്കുന്നത്. എന്നാൽ നാം ദൈവത്തെ പറ്റിയാണ് സത്യത്തിൽ പഠിക്കേണ്ടത്. പക്ഷെ നമ്മളെ ആരും പഠിപ്പിക്കുന്നില്ല, നമ്മൾ പഠിക്കുന്നുമില്ല. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സ്കൂളിൽ വിട്ടു, ചർച്ചിൽ വിട്ടു, വേദപാഠത്തിന് വിട്ടു, ഒക്കെ വിട്ടു. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് നമുക്ക് മാർക്ക് കുറഞ്ഞു പോകുമോ, തോറ്റു പോകുമോ, പരീക്ഷയിൽ ജയിക്കാതായി പോകുമോ എന്നുള്ള ഭയം നിമിത്തം നമ്മളെന്ത് ചെയ്യും? ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ മനസ്സിനോട്, എൻ്റെ ആത്മാവിനോട് ഞാൻ പറയും, ആത്മാവേ നീതാ, ഞാൻ പരാജയപ്പെട്ടു പോകരുത്, ഞാൻ നിനക്ക് വേണ്ടി ഇത്ര പ്രാർത്ഥിക്കാം, അല്ലെ ഇത്ര ചെയ്യാം എന്ന് പറഞ്ഞ് മനസ്സിനെ ശാന്തമാക്കി ജയിച്ചു കഴിയുമ്പോൾ അപ്പൊ ഞാൻ ലോകത്തെ ജയിക്കുവാണ്. എന്നാൽ ക്രിസ്തു അതല്ല ചെയ്തത്. ക്രിസ്തു ആത്മാവിലൂടെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് അവൻ ലോകത്തെ ജയിച്ചു. ആത്മാവാണ് അവനിൽ രക്ഷയുണ്ടാകിയത്. എന്നാൽ നമ്മളാകട്ടെ ലോകത്തിൽ ജയിച്ചു, ലോകത്തെ ജയിച്ചില്ല. ലോകത്തിൽ നമ്മൾ ജയിച്ചു, പക്ഷെ ലോകത്തെ ജയിച്ചില്ല. യേശു എന്ത് ചെയ്തു? ലോകത്തെ വെടിഞ്ഞു, എന്നിട്ട് ലോകത്തെ ജയിച്ചു. ഓപ്പോസിറ്റ് സിസ്റ്റമാണ്. അപ്പൊ നാം ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ 1-ാം സ്ഥാനം നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൽ ദൈവത്തിന് ഒരു കൂടാരം പണിയുക. നല്ല മനോഹരമായ കൂടാരം. സദാ ആ കൂടാരത്തിൽ ഇരുന്നു കൊണ്ട് വചനം നിറയ്ക്കുകയാണ് ഹൃദയത്തിൽ. അപ്പൊ വചനം കൊണ്ട് നിറഞ്ഞ കൂടാരം, മനുഷ്യന്റെ കൂടാരം ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ കൂടെയാണ് മനുഷ്യൻ, മനുഷ്യന്റെ കൂടെയാണ് ദൈവം. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് 1-ാം സ്ഥാനം അൾത്താര കൊടുത്തു. ആ അൾത്താരയിൽ നാം ദൈവത്തിന്റെ ബലിപീഠമായി. ആ ബലിപീഠത്തിൽ നമ്മൾ പ്രാർത്ഥനാ നിരതനായി. നമ്മുടെ ആത്മാവ് സദാ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമ്മുടെ മനസ്സ് പുറകോട്ടങ്ങ് മാറും, ആത്മാവ് വളരും. അതാണ് യോഹന്നാൻ പഠിപ്പിച്ച സത്യം. ഞാൻ കുറയുകയും അവൻ വളരുകയും ചെയ്യട്ടെ. എന്തിനു വേണ്ടി? ജ്ഞാനം നമുക്ക് അതിൻ്റെ പൂർണ്ണതയിലുണ്ടാകാൻ. അപ്പൊ ഏറ്റവും വിലപ്പെട്ട ജ്ഞാനം നമുക്കുണ്ടാകാനാണ് യോഹന്നാൻ പോലും സ്വയം ചെറുതായിക്കൊണ്ട് ക്രിസ്തുവിനെ വളരുവാൻ വഴി തെളിച്ചത്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിരിക്കും. എനിക്കൊരു രഹസ്യ ശിഷ്യനുണ്ട്. അയാൾ ഒരു ഹൈന്ദവ മനുഷ്യനാണ്. ബാംഗ്ലൂര് അദ്ദേഹം വലിയൊരു ബിസിനസ്സിൽ പൊട്ടിത്തകർന്നു പോയി. ഒരു രക്ഷയില്ലാണ്ട് വലയുമ്പോൾ ഒരാൾ വഴി അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ ഷോപ്പിലേക്ക് വിളിച്ചു. അവിടെ ചെന്നു. അയാൾ ബന്ധിതനായി കിടക്കുകയാണ്, സാത്താനാൽ ബന്ധിതനാണ്. മോചനമില്ലാത്ത തരത്തിൽ അയാൾ ബന്ധിക്കപ്പെട്ടു പോയി. കടബാധ്യത, ഹോട്ടല് തകർന്ന് തരിപ്പണമായി. അയാൾക്ക് ജീവിക്കണം തന്നെയില്ല. പക്ഷെ അയാൾക്ക് യേശുവിൽ വിശ്വാസമുണ്ടായിരുന്നു. ഒരിക്കൽ യേശു എന്നെ രക്ഷിക്കും എന്നയാൾ ഇങ്ങനെ മനസ്സിൽ ഓർത്തിരുന്നു. പക്ഷെ ആത്മാവിനെ പറ്റി അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, പ്രാർത്ഥിച്ചു, കെട്ടുകൾ അഴിച്ചു. ആ മനുഷ്യന്റെ മുഖത്ത് ഞാൻ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് 3 പ്രാവശ്യം ഊതിയപ്പോൾ ഇരുട്ട് മാറിപ്പോയി. ഉടനെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ശിരസിന്മേൽ നമിച്ചൂതി. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് ഒരു വചനം പറഞ്ഞു കൊടുത്തു. ഒറ്റ വചനം, ഒരു വചനം കൊടുത്തിട്ട് പറഞ്ഞു, നീ എല്ലാ ദിവസവും 101 അവർ ഫാദർ ചെയ്യണം. 101 ജീസസ് ഫിൽ മി, 101 ഹോളി സ്പിരിറ്റ് ഫിൽ മി. എന്നിട്ട് ഇങ്ങനെ പറയണം, സാത്താനെ ദൂരെ പോവുക, നിന്റെ ചിന്തകൾ മാനുഷികമാണ്.
ഇത് പറഞ്ഞോളാൻ പറഞ്ഞു. ആ മനുഷ്യൻ ആ വചനം വിശ്വസിച്ചു. അതേ പ്രാർത്ഥന ചൊല്ലി അദ്ദേഹം എൻ്റെ മുഖം എപ്പോഴും കാണുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് എങ്ങനെയും അവിടുന്ന് രക്ഷപ്പെടണം. തകർന്നു പോയി, ഒന്നുമില്ല, കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ കൈകളിലില്ല. രാജ്യത്തിന് പുറത്തു പോയി ജോലി ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഒന്നിനും പൈസയില്ല. അപ്പം ഞാൻ പറയും, നീ പോര്, നീ നേരെ എൻ്റെ വീട്ടിൽ വാ. ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. അപ്പോൾ അവൻ്റെ വീട് തൃശ്ശൂരാണ്. വീട്ടിൽ പോയി അവിടുന്ന് പാസ്പോർട്ടും വിസയ്ക്കുമൊക്കെ പൈസ ഉണ്ടാക്കി പാസ്പോർട്ടൊക്കെ എടുത്ത് ഒരു സുപ്രഭാതത്തിൽ ഒരു വിളി വരുന്നു. വിളി വന്നത് ഒരു ദ്വീപിലേക്കാണ്. ആ ദ്വീപിൽ ഒരു കിച്ചണിൽ ആള് വേണം. അവര് കിച്ചണിലെ ആളിന് വേണ്ടി അന്വേഷിച്ചു. അയാൾ നല്ല ഒരു കിച്ചൺ വർക്കറാണ്. അപ്പൊ അവര് വിസ, ടിക്കറ്റിന്റെ പൈസ എല്ലാം അവർ കൊടുത്തു. ഒരു പൈസ ഇല്ലയാണ്, എല്ലാം കൊടുത്ത് ഇദ്ദേഹം കറക്റ്റ് 3-ാം മാസം ആ ദ്വീപിലെത്തി. അവിടുന്ന് ദ്വീപിലെത്തി എന്നെ കോൾ ചെയ്തു. ബ്രദർ, ഞാനിവിടെ എത്തിയിരിക്കുന്നു, എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ആദ്യം കിട്ടുന്ന ശമ്പളം ഞാൻ ബ്രദറിന് അയക്കുന്നു. പക്ഷെ അയക്കണമെങ്കിൽ 6 മാസം വേണം ഇദ്ദേഹത്തിന്. കാരണം ഈ ദ്വീപില് മറ്റൊരു ബന്ധമില്ല. 6 മാസത്തേക്ക് ആ ദ്വീപിലാണ് അദ്ദേഹം വസിക്കേണ്ടത്. അതിനുശേഷമേ അദ്ദേഹത്തിന് മറ്റൊരു രാജ്യത്തേക്ക് വന്ന് ബാങ്ക് സംബന്ധമായ ഇടപാട് നടത്താൻ പറ്റുള്ളൂ. ഇതൊരു റിസോർട്ടാണ്. എന്തായാലും ആ മനുഷ്യൻ അവിടെ നിന്ന് ജോലി ചെയ്ത് ആദ്യ ശമ്പളം അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അദ്ദേഹം ആ ജോലി ചെയ്ത ഒരാളോട്, ഒരു ജപ്പാൻകാരനോട് പറഞ്ഞു, എന്നെ ഇങ്ങനെ സഹായിച്ച ഒരു വ്യക്തിയുണ്ട്, എനിക്ക് എൻ്റെ ആദ്യ ശമ്പളം അയച്ചു കൊടുക്കണം, എന്നെ വിശ്വാസത്തിലേക്ക് നയിച്ച ആളാണ്. അപ്പൊ അയാൾ വഴി ആദ്യ ശമ്പളം 40,000 രൂപ കിട്ടിയതിൽ 1 രൂപ പോലും ആ മനുഷ്യനെടുക്കാതെ മുഴുവനും അയച്ചു. അങ്ങനെ പൈസ വേറൊരാളും വഴി എൻ്റെ അടുക്കലെത്തി. അത് കഴിഞ്ഞ് അവിടുന്ന് അദ്ദേഹം പുറത്തു വന്ന് അവിടുന്ന് എന്നെ വിളിക്കാണ് 6 മാസം കഴിഞ്ഞ്. ആ വിളിച്ചപ്പോൾ ഉണ്ടായ സന്തോഷം ആ മനുഷ്യന് പറയാൻ പറ്റുന്നില്ല, ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കടവെല്ലാം തീർന്നു, വളരെ സമാധാനപൂർണമായി 2 മാസം കഴിയുമ്പോൾ ഇവിടെ എന്നെ കാണാൻ വരും. അപ്പൊ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങളോട് പറയുവാണ്. എനിക്ക് എൻ്റെ അമ്മയും അപ്പനും ദൈവവും എല്ലാം ബ്രദർ തന്നെയായി തീർന്നു. അപ്പോഴെൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. എൻ്റെ അമ്മയും അപ്പനും ദൈവവും ബ്രദർ തന്നെയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മകനെ, നീ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു. ഞാൻ തട്ടാത്ത വാതിലുകളില്ല, ഞാൻ അന്വേഷിക്കാത്ത സ്ഥലങ്ങളില്ല, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി, എന്നാൽ ബ്രദർ മാത്രം എന്നെ കുറ്റപ്പെടുത്തിയില്ല. നീ ഒന്നും പേടിക്കണ്ട, പ്രാർത്ഥിച്ചു, നിനക്കെല്ലാം കിട്ടും എന്ന് പറഞ്ഞ വചനം ഞാൻ വിശ്വസിച്ച വചനത്തിൽ ആഴപ്പെട്ടു. ആ വചനമാണ് ഇന്നെനിക്ക് ജോലി നൽകിയ ദൈവവചനം. അപ്പോൾ മുതൽ ആ മകൻ ഒരു രഹസ്യ ശിഷ്യനായിട്ട് ഇന്നും അദ്ദേഹം ജീവിക്കുകയാണ്. 2 മാസം കഴിയുമ്പോൾ എന്നെ കാണാൻ ഇവിടെ വരും. പ്രൈസ് ദി ലോർഡ്.